അതിജീവിതയാണ് എന്നുള്ള രീതിയിലേക്ക് രാഹുൽ സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞു. അങ്ങനെയല്ല ഇങ്ങനെ ആരതൊക്കെ ദിറ്റികളൊക്കെ കൊടുന്ന് ഇതിൽ എത്തിയാലോ പറഞ്ഞാൽ മതി. ഓളെന്നിട്ട് അതിജീവിതം എത്രേ ഇപ്പൊ എന്തായി? അടിയന്തര ജീവിതമായില്ലേ? ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഷിണ്ടിത അവതാരത്തിനെ കുറിച്ചിട്ടേ കൂടുതൽ അറിയാൻ ആരും ഇനി ബാക്കിയില്ലല്ലോ. വൈറലാവാൻ നോക്കിയിട്ടേ എയറിലായിട്ടേ അവസാനം ജയിലുമായി. അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ് ഈ ഷിണ്ടിത. എന്നിട്ടിപ്പോൾ മഴ പെയ്താലേ പിറ്റേ ദിവസം പാറ്റ പൊടിയില്ലേ, അതേമാതിരി കുറേണ്ണം ഇറങ്ങിയിരുന്നു. കുറേന്നൊന്നും പറയാല്ല, 1, 2, 3 അങ്ങനെ 2-3 പെട്ടെന്ന് ഇവരൊക്കെ എവിടുന്ന പൊന്തി വന്നിക്കണെന്നാവോ. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഷിണ്ടിത ഒരാളെ കൊലക്കൊടുത്തു. എന്നിട്ടിപ്പോൾ അയാളെ പച്ചർച്ച തിന്നാനേ വേറെയും കുറേണ്ണം ഇറങ്ങിക്കണു. അതുമല്ലാതെ ഇവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വേറെയും കുറയണം. ഇവർക്കൊക്കെ ഒരു കസാരയും മയക്കും കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ എന്താ പറയണെന്നേ ഇവർക്ക് തന്നെ അറിയില്ല. പിന്നെ അങ്ങോട്ട് തള്ളി മറിച്ച കരം. നമുക്ക് ആ തള്ളി മറിച്ചലൊന്ന് കണ്ടാലോ? എന്നാ വരി. അയാളുടെ കൈ പൊങ്ങിയില്ലായിരുന്നെങ്കിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ വിശ്വാസങ്ങളെ മൊത്തം സാധിച്ചു നിർത്തി ഞാൻ പറയുന്നു, ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. പക്ഷെ ഹി ഡിഡ് ഇറ്റ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റമല്ല, അയാൾ ചെയ്തിട്ടുണ്ട്. അല്ല എന്ത് ചെയ്തു എന്നായി പറയണേ? ഇവരൊക്കെ കണ്ണെന്താ ബാക്കിലെ ഫിറ്റ് ചെയ്തിക്കണേ? ആ വീഡിയോ കണ്ട ബുദ്ധിയും ബോധമുള്ള എല്ലാവർക്കും അറിയാം ആരെത്താ തെറ്റേന്ന്. അയാൾ ജോലിയും കഴിഞ്ഞിട്ടേ എങ്ങനെയും ഒന്ന് വീട്ടിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഓളെ ക്യാമറയും തൂക്കി പിടിച്ചിട്ടേ ഓളോളെ മറ്റേത് മുട്ടിച്ചിട്ടേ എന്നിട്ട് ഇപ്പോൾ അയാൾ ചെയ്തിക്കണമെന്ന് ഒരു ടാറ്റു അടിച്ചിട്ടേ മോന്തൻ്റെക്കായും വലിപ്പമുള്ള ഒരു കണ്ണാടിയും വെച്ചിട്ട് മൂക്കുമ്മര് വാളയിട്ട് വന്നു കഴിഞ്ഞാലേ എന്ത് വിടുവായത്തരം പറയുന്ന ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ മൊത്തം വിഡ്ഢികളും ഇവർ കുറച്ച് ആൾക്കാർ മാത്രം മന്ദബുദ്ധികള്, അല്ല അലാക്കിന്റെ ബുദ്ധിമതികള്. അത് തരക്കടില്ല.